ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ വലിയ ഭക്തജനത്തിരക്കാണ് ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പെരിയാറിന്റെ തീരത്ത് ഭക്തർക്ക് ബലിതർപ്പണം നടത്താൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാത്രി ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും നടക്കും. തുടർന്നാണ് ശിവരാത്രി ബലിതർപ്പണം ആരംഭിക്കുക. കിരൺ കുമാറിന്റെ റിപ്പോർട്ട്. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ആലുവയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം ഭക്തർ ആലുവ ശിവക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ടോടു കൂടിയാണ് ആലുവ ശിവക്ഷേത്രത്തിലെ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് പ്രധാനമായിട്ടും തുടക്കമാകുക. രാവിലെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ബലിതർപ്പണ ചടങ്ങുകൾ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് തുടങ്ങുക എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 12 മണിയോടുകൂടി രാത്രി 12 മണിയോടുകൂടി നടക്കുന്ന ശിവരാത്രി വിളക്കെഴുന്നള്ളിപ്പോടുകൂടിയാണ് ഈ ചടങ്ങുകൾക്ക് തുടക്കമാവുക. ഈ ചടങ്ങുകൾ നാളെ ഉച്ചവരെ തുടരും എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ആലുവ മഹാദേവ ക്ഷേത്രത്തിന് പുറമെ തന്നെ തൊട്ടടുത്തുള്ള അദ്വൈതാശ്രമത്തിലടക്കം ശിവരാത്രി ബലിതർപ്പണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും പെരിയാറിൻ്റെ തീരത്ത് 84 ബലിത്തറകളാണ് ഇത്തവണ ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണയും ഭക്തജന തിരക്കുണ്ടാകും എന്നത് തന്നെ കണക്കുകൂട്ടി തന്നെയാണ് ഈ വിപുലമായ സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരക്ഷാ വിലയിരുത്തലുകൾക്ക് വേണ്ടി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് പോലീസും വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. 1500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ ആലുവയിൽ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആലുവയിലെ പെരിയാറിൻ്റെ തീരത്ത് പരിശോധനകൾ നടത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും വൈകിട്ടോടുകൂടി തന്നെ ആലുവയിൽ ഗതാഗത നിയന്ത്രണം കൂടി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം KSRTCയും കൊച്ചി മെട്രോ റെയിലും പ്രത്യേക സർവീസ് കൂടി ഈ ആലുവയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള യാത്ര നടത്താൻ അവർക്ക് സുഗമമായി തന്നെ തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതിനും ഒപ്പം ആലുവയിലേക്ക് എത്തുന്നതിനും വേണ്ടിയുള്ള വിപുലമായിട്ടുള്ളൊരു യാത്രാ സജ്ജീകരണം കൂടി ഏതായാലും കൊച്ചി മെട്രോയും KSRTCയും ഒരുക്കിയിട്ടുണ്ട്.